Thank you, all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ 1377 വെബ് പരമ്പര ആണ്. ഇന്ന് നമുക്ക് സൂം പ്ലാറ്റ്ഫോമിൽ മലയാളം സെഷനിൽ ഒരു ക്ലാസ് ആണ്. ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ നജീബ് അഹമ്മദ് ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നജീബിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ നമുക്ക് പല ക്ലാസ്സുകളും ഇതിനകം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വിഷയം വാർദ്ധക്യം ആരോഗ്യത്തോടെ എന്നതാണ് ഇന്നത്തെ വിഷയം. നമുക്കൊക്കെ കുറെ പേർക്കെങ്കിലും ആകാംക്ഷയുള്ള ഒരു മേഖലയാണ്. നമുക്ക് തന്നെ ഉപകരിക്കും. എന്തായാലും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങും. ഡോക്ടർ മ്യൂട്ടാണ്. ഡോക്ടറെ നജീബ് ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഡോക്ടർ ഷൈല. ഇപ്പോൾ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. And Dr. Ram Parvesh is there. Sorry, doctor, we are entering into Malayalam now. So, വാർദ്ധക്യം ആരോഗ്യത്തോടെ ഹോമിയോപ്പതിയോടൊപ്പം. You can try, learning some bit of Malayalam, doctor. So, and my English session എനിക്ക് കുറച്ച് കേൾക്കാൻ പറ്റി. വളരെ എന്താ പറയാ, ഓഗനോണിന്റെ ആഴങ്ങളിലേക്ക് പോയി, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ദാർശനികമായ മേഖലയിലേക്ക് പോയിട്ടുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ നമ്മുടെ മലയാളം സെക്ഷനിൽ ഹോമിയോപ്പതി വാർദ്ധക്യം ആരോഗ്യത്തോടെ എന്നുള്ള ഒരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. എന്റെ സ്ക്രീൻ കാണാമോ? കാണാം. ഗുഡ്. നമ്മൾ എന്നത്തെയും പോലെ ഒരു കഥയിലൂടെ തുടങ്ങിയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. യുവത്വത്തിന്റെ വില എന്താണ് വാർദ്ധക്യം, അതിന്റെ ചില ശാസ്ത്രവശങ്ങള്, പിന്നെ ആളുകൾ 90-ാം വയസ്സിൽ നൃത്തം ചെയ്യുന്നവരുടെ രഹസ്യം എന്താണ്, അതുപോലെ പ്രായം എങ്ങനെയൊക്കെയാണ് നമ്മൾ കാണേണ്ടത്, കലണ്ടർ പ്രായം, ശരീരത്തിന്റെ പ്രായം, അതായത് ക്രൊണോളജിക്കൽ ഏജ്, നമ്മുടെ പാസ്പോർട്ടിലുള്ള ഏജ്, അതുപോലെ നമ്മുടെ കോശങ്ങളിൽ എഴുതപ്പെട്ട ഏജ്, നമ്മുടെ യഥാർത്ഥ ആരോഗ്യം, അതുപോലെ ആയുസ്സിന്റെ ദൈർഘ്യം, ആരോഗ്യത്തിന്റെ ദൈർഘ്യം, ലൈഫ് സ്പാനും ഹെൽത്ത് സ്പാനും. ഇതിനെ വേർതിരിച്ച് കാണാൻ നമ്മൾക്ക് പറ്റുമ്പോഴാണ് നമ്മൾ ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഫങ്ഷൻ മെഡിസിനിലുള്ള വഴികൾ എന്തൊക്കെയാണ്, ഈ മേഖലയിൽ എങ്ങനെയാണ് അത് കാണുന്നത്, അതുപോലെ ഹോമിയോപ്പതി രീതിയിലൂടെ നമ്മൾക്ക് ഇത് എങ്ങനെ കാണാം. അതിൽ പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ നമ്മൾ ടിഷ്യൂ സോൾട്ട്സ്, നമ്മൾ കോശങ്ങളുടെ സെല്ലുകളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ടിഷ്യൂ സോൾട്ട് അഥവാ അത്ഭുത ലവണങ്ങൾ എങ്ങനെ മനുഷ്യന്റെ ആരോഗ്യത്തെ നിർണയിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചെറിയൊരു അന്വേഷണം നമ്മൾ നടത്തുന്നതാണ്. അഡ്രിനാലിൻ, ടെസ്റ്റോസ്റ്റെറോൺ, ഡോപ്പമൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള രസങ്ങളും രസായനങ്ങളുമാണ് ഇതൊക്കെ. രാജാവിന്റെ രക്തത്തിൽ, യുവാവായ രാജാവ്, യയാതി രാജാവിന്റെ രക്തത്തിൽ ഡോപ്പമിനും അഡ്രിനാലിനും രസങ്ങളും രസായനങ്ങളുമായി തിളച്ചു മറിയുകയാണ്. യയാതി രാജാവ് മദ്യവും മദിരാക്ഷിയുമായി ജീവിതം ആഘോഷിക്കുകയാണ്. അദ്ദേഹം നഹുഷന്റെ മകൻ. രാജാവ് മരിച്ചപ്പോൾ മൂത്ത ചേട്ടൻ സന്യാസത്തിന് പോയി. പിന്നെ ഇളയവനായ യുവാവായ യയാതിയുടെ ചുമലുകളിലേക്കാണ് രാജഭരണത്തിന്റെ ഭാരം വന്നത്. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, ആസ്വദിച്ച് തീർന്നിട്ടില്ല. അതിനിടയിൽ രാജഭരണം കൂടി വന്നപ്പോ അത് അദ്ദേഹത്തിന്റെ ആസ്വാദനത്തിന്റെ വഴിയിലുള്ള പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് എത്താൻ കൂടി രാജ പദവി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ആസ്വാദനം അങ്ങേയറ്റം, മദ്യവും മദിരാക്ഷിയുമായി ജീവിതം തള്ളി നീക്കുന്നു. അതിനിടയിൽ രാജ്യകാര്യങ്ങൾ നോക്കിയാലായി, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അതായത് രാജാവായതോടുകൂടി ആസ്വാദനത്തിന് അങ്ങേയറ്റത്തെത്തുകയാണ്. കയ്യെത്തും ദൂരത്ത് എല്ലാ സന്തോഷങ്ങളും എല്ലാ രീതിയിലുള്ള ആനന്ദങ്ങളും അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരിക്കൽ എത്തിപ്പിടിച്ചതാണ് ദേവയാനിയെ. അദ്ദേഹം
നടന്നു പോകുമ്പോൾ കിണറ്റിൽ വെച്ചുള്ള ശബ്ദം കേൾക്കുകയും നോക്കിയപ്പോൾ രാജഗുരുവിന്റെ മകൾ യുവതിയായ ദേവയാനി കിണറ്റിൽ പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യെത്തിപ്പിടിച്ച് ദേവയാനിയെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ എത്തിപ്പിടിച്ചപ്പോ വലത് കൈയാണ് പിടിച്ചത്. വലത് കൈ പിടിച്ചാൽ കേസ് മാറി. അത് പാണീഗ്രഹണമാണ്. പാണീഗ്രഹണം എന്നാൽ വിവാഹം ചെയ്യണം എന്നാണ്. വലത് കൈ പുരുഷൻ ഗ്രഹിച്ച പെണ്ണ് കെട്ടണം, താലി കെട്ടണം. നമ്മളൊക്കെ ഈ പാണീഗ്രഹണം ചെയ്ത ആളുകളാണ്. അതൊരു തരം ഗ്രഹണം തന്നെയാണ്. നമ്മൾക്കൊക്കെ ആ ഗ്രഹണത്തിന്റെ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. രാജാവിന് ഇത് യഥാർത്ഥത്തിൽ ഒരു ഗ്രഹണം തന്നെയായി മാറി. ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെ മേഖലയിൽ താലി കെട്ടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതൊരു ഒരു ചെറിയൊരു പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ സംഗതി വശാൽ അദ്ദേഹത്തിന് ദേവയാനിയെ രാജപത്നിയാക്കേണ്ടി വന്നു. പക്ഷെ ഒരു ഭാഗത്ത് രാജപത്നി ആകുമ്പോഴും മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ നേരമ്പോക്കുകളും സന്തോഷങ്ങൾക്കും യാതൊരു കുറവും ഉണ്ടായില്ല. പത്നിയുടെ തോഴിയായ ശർമ്മിഷ്ഠയുമായി വഴിവിട്ട ബന്ധത്തിൽ 3 കുട്ടികളുണ്ടായി. അങ്ങനെ കുടുംബജീവിതം കലങ്ങി മറിയുന്ന സമയത്താണ് വനകന്യകയായ അശ്രുബിന്ദുവുമായി അദ്ദേഹം ബന്ധപ്പെടുന്നത്. അശ്രുബിന്ദു കൊട്ടാരത്തിലേക്ക് വരുന്നു. ദേവയാനി അവരുടെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് അച്ഛന്റെ കെട്ടിയും പ്രമാണങ്ങളൊക്കെ പെട്ടിയൊക്കെ എടുത്തിട്ട് കൊട്ടാരം വിട്ട് അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛന്റെ സമക്ഷം തന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ദേവയാനി, ഏതൊരു പിതാവിനും മകളുടെ കണ്ണീര് കാണാൻ പറ്റില്ല. ശുക്രാചാര്യൻ വലിയ താപസ ശക്തിയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നിയന്ത്രണങ്ങൾ വിട്ടു. വലിയ ക്രോധത്തോടെ അദ്ദേഹം സണ്ണിലോ, അതായത് മരുമകനെ ശപിക്കുകയാണ്. അതായത് മരുമകന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ടെസ്റ്റോസ്റ്റെറോണും ഡോപ്പമൈനും അഡ്രിനാലിനൊക്കെ തന്നെയാണ്. അത് യുവത്വത്തിന്റെ വലിയ പ്രസരപ്പിലാണ് യുവരാജാവ്. അപ്പോ ഈ യുവത്വത്തിന്റെ തിളപ്പ് മാറണമെങ്കിൽ അതിന് പറ്റിയ ശിക്ഷ കൊടുക്കണം. യുവത്വം തന്നെ നശിപ്പിക്കപ്പെടണം. ശുക്രാചാര്യർ രാജാവിനെ ശപിക്കുകയാണ്. നിന്റെ യൗവനം നശിച്ച് നീ കിഴവനായി തീരട്ടെ. യുവാവ് ആയ യയാതി രാജാവ് നൊടിയിടയിൽ കിഴവനായി മാറുകയാണ്. അത് യയാതിക്ക് താങ്ങാവുന്നതിൽ ഏറ്റവും അപ്പുറമായിരുന്നു. എന്തും സഹിക്കാം. തന്റെ യൗവനം നഷ്ടപ്പെടുക, തന്റെ ജീവിതത്തിന്റെ രസങ്ങളെ ത്രസിപ്പിക്കുന്ന ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിനുള്ള വലിയൊരു കർട്ടൻ വീഴുകയാണ്. അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ശാപമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. യയാതി ഓടിപ്പാഞ്ഞു ചെന്ന് രാജഗുരുവിന്റെ മുമ്പിൽ വീണ് ദീനവിലാപം നടത്തുകയാണ്. എന്തും ചെയ്യാൻ തയ്യാറാണ്, എന്ത് പ്രായശ്ചിത്തനും തയ്യാറാണ്. ഇത് എനിക്ക് ഒഴിവാക്കി തരണം, വിട്ടുതരണം, എനിക്ക് എൻ്റെ യൗവനം തിരിച്ചു തരണം. എല്ലാ തരത്തിലുള്ള ദീനവിലാപങ്ങളും കരച്ചിലുകൾക്കും ഒടുവിൽ സ്വാഭാവികമായും ശുക്രാചാര്യരുടെ മനസ്സലിയുന്നു. അദ്ദേഹം ഒരു പ്രായച്ചിത്തം അല്ലെങ്കിൽ ഒരു മറുമരുന്ന്, ഒരു ആന്റിഡോട്ട് അവിടെ പറയുകയാണ്. എന്താണ് ആന്റിഡോട്ട്? ആരുമായും യൗവനം വച്ചു മാറാൻ തയ്യാറുള്ള ഒരാൾ വരികയാണെങ്കിൽ താങ്കളുടെ വാർദ്ധക്യം അവർക്ക് കൊടുത്തിട്ട് അവരുടെ യൗവനം താങ്കൾക്ക് തിരിച്ചെടുക്കാം. അങ്ങനെ പൂർണ്ണ മനസ്സോടെ ഏതൊരു വ്യക്തി താങ്കളുടെ അടുത്തേക്ക് വരുന്നോ അയാളുടെ യൗവനം എടുക്കാം, തിരിച്ച് നിങ്ങൾക്ക് താങ്കളുടെ വാർദ്ധക്യം അയാൾക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ഉപായം രാജഗുരു അനുവദിക്കുന്നു. യയാതിക്ക് വലിയ സന്തോഷമായി. യയാതിയുടെ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ പരസഹസ്രം ആളുകളുള്ള ജനപദത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തനിക്ക് വേണ്ടി യൗവനം ത്യജിക്കാൻ തയ്യാറാവുമെന്ന വലിയ ബോധ്യത്തിലാണ്. എന്തിനേറെ വലിയ സമ്മാനങ്ങൾ യയാതി പ്രഖ്യാപിക്കുകയാണ്. രാജദൂതന്മാർ പെരുമ്പറ കൊട്ടി ഗ്രാമാന്തരങ്ങളിലേക്ക് പോവുകയാണ്. അവർക്ക് വലിയ വലിയ സമ്മാനങ്ങൾ, 1000 പറ പൊന്ന്, 100 യോജന
ദീർഘമുള്ള നിലങ്ങള്, 100-ൽ കൂടുതൽ സുന്ദരിമാരെ സ്വന്തമാക്കാം, മണിമാളികകളും ഹർമ്മ്യങ്ങളും സ്വന്തമാക്കാം. വലിയ വലിയ ഒരു ഓഫറുകളാണ്. സ്വാഭാവികമായും രാജാവ് പ്രതീക്ഷിക്കുന്നത് പിറ്റേ ദിവസം മുതൽ വലിയ ക്യൂ ആണ് രാജകൊട്ടാരത്തിന് മുമ്പിലേക്ക് വരിക എന്നാണ്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരു പൂച്ചക്കുട്ടി പോലും കൊട്ടാരത്തിന് മുമ്പിൽ യൗവനം മാറ്റി കൊടുക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നില്ല. വലിയ ഷോക്കാണ്, വലിയ തകർച്ചയാണ് രാജാവിനുണ്ടായത്. അദ്ദേഹം പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി ഒരു മനുഷ്യനും തന്റെ യൗവനം മാറ്റിക്കൊടുക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നില്ല. ഒടുക്കം സ്വന്തം മക്കളുടെ മുമ്പിലേക്ക് രാജാവ് ചെല്ലുകയാണ് സഹായ അഭ്യർത്ഥനായിട്ട്. മക്കളെ, നിങ്ങൾ യൗവനം തരിക, ഞാൻ കുറച്ചു കാലം കൂടി ഞാൻ യുവാവായി ജീവിക്കട്ടെ, നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാം, അങ്ങനെയുള്ള ഓഫറുമായിട്ട്. പക്ഷെ മക്കൾ, സിംഹാസനത്തിൽ ഇരിക്കേണ്ട മക്കൾ, അവരുടെ പിൻഭാഗം തിരിച്ച് യയാതിയുടെ മുഖത്തേക്ക് അവർ പിന്തിരിഞ്ഞു നിൽക്കുകയാണ്, മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് മക്കളും ചെയ്തത്. രാജാവിന് സഹിക്കാൻ പറ്റാവുന്നതിൽ ഏറ്റവും വലിയ വലിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒടുക്കം ശർമ്മിഷ്ഠയിലുണ്ടായ 3 മക്കളിൽ ഒരാൾ, അതായത് പുരു, രാജാവിന് വേണ്ടി അദ്ദേഹത്തിന്റെ യൗവനം ത്യജിക്കുകയാണ്. നമ്മൾ പുരാണങ്ങളെ കുറിച്ച് പറയുമ്പോൾ പുരാണങ്ങൾ, പഴംപുരാണങ്ങൾ, ഒരുതരം പുച്ഛത്തോടെയാണ് നമ്മൾ പുരാണങ്ങളെ കാണാറുള്ളത്. എന്നാൽ വലിയ ദാർശനികമായ ജീവിത പാഠങ്ങൾ നമ്മൾക്ക് നൽകുന്നതാണ് ഈ പുരാണങ്ങൾ. നമ്മൾ പഴംപുരാണങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കഥകളിൽ നമ്മൾക്ക് എല്ലാ നാഗരികതകളിലും നമ്മുടെ ആസ്ടെക് നാഗരികത ആയിക്കോട്ടെ, അല്ലെങ്കിൽ അറേബ്യൻ നാഗരികത ആയിക്കോട്ടെ, യൂറോപ്യൻ യവന നാഗരികത ആയിക്കോട്ടെ, ഈ നാഗരികതകളിലൊക്കെ അമൂല്യമായ കഥകൾ, ഇത്തരം എപ്പിക് കഥകൾ നമ്മൾക്ക് കാണാം. അതിലൊക്കെ നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ വലിയ പാഠങ്ങളാണ്. ഈ യയാതിയുടെ പാഠത്തിൽ നിന്ന്, കഥയിൽ നമ്മൾ കിട്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം. അതിൽ നമുക്ക് മനസ്സിലാവുന്നത് യൗവനവും ആരോഗ്യവും അമൂല്യമാണ്. അത് എത്ര 1000 പറ പൊന്ന് കൊടുത്താലും, 1000 യോജന നിലം കൊടുത്താലും, അല്ലെങ്കിൽ മണിമാളികകളും സുന്ദരിമാരെ കൊടുത്താലും ഒരു മനുഷ്യനും ആരോഗ്യത്തെയും യൗവനത്തെയും ത്യജിക്കാൻ തയ്യാറല്ല. യൗവനവും ആരോഗ്യവും അമൂല്യമാണ്. അതേപോലെ ഓരോ മനുഷ്യനും നിത്യ യൗവനം കൊതിക്കുന്നു. 80-90 വയസ്സായാലും ആരോഗ്യത്തോടെ, യുവത്വത്തോടെ നിൽക്കണമെന്ന് കൊതിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. നിത്യ യൗവനം കൊതിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. ആരോഗ്യമുള്ളപ്പോൾ മറ്റൊരു വലിയൊരു വിധി വിപര്യം എന്ന് പറയുന്നത്, ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ വില നമ്മൾക്ക് മനസ്സിലാവില്ല. നമ്മൾ അത് മുക്തകണ്ഠം അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ നമ്മൾ അതിനെ അവഗണിക്കുന്നു. എന്നാൽ ആരോഗ്യം നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോൾ, യുവത്വം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ സ്വത്തും കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ മുമ്പത്തെ പ്രസന്റേഷൻ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. 2 അത്യാർത്തിയുടെ വില വലുതാണ്. ആർത്തി കൂടി നമ്മൾ വല്ലാത്ത രീതിയിൽ നമ്മൾ വെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില, അല്ലെങ്കിൽ നമ്മൾ അതിന് നൽകേണ്ടുന്ന വരുന്ന വലിയ ശാപങ്ങൾ, അത് ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശാപം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അറിയേണ്ടത് നമ്മൾക്ക് വരുന്ന രോഗങ്ങളാണ്. പണ്ട് നമ്മുടെ ഗുരുക്കന്മാർ ശാപം എന്നൊക്കെ പറഞ്ഞിരുന്നത്. നമ്മൾക്ക് വരുന്ന രോഗങ്ങൾ തന്നെയാണ്, നമ്മുടെ എപ്പിജെനറ്റിക്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഈ ശാപങ്ങൾ എന്നൊക്കെ പറയുന്നത്. സ്വന്തം മക്കൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ള അടുത്ത പാഠം. ഇത് ഇന്നും അതുപോലെ സത്യമാണ്. അടുത്തത് രാജാക്കന്മാരാണെങ്കിലും എല്ലാ ഭൗതികമായ വലിയ വലിയ നേട്ടങ്ങളും സുഭിക്ഷതയും ഉണ്ടാകുമ്പോഴും ധാർമ്മികമായി പലരും ദരിദ്രന്മാരാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന അടുത്ത പാഠം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, ഈ കഥ, യയാതിയുടെ കഥ ഇന്നും പ്രസക്തമാണ്. ഇന്നും പണ്ടത്തെ പോലെയോ അതിനേക്കാൾ കൂടുതലോ ആധുനിക നാഗരികതയിൽ, ഇന്നത്തെ പുതിയ ലോകത്ത് മനുഷ്യന്റെ പരക്കം പാശലിനിടയിൽ ഈ കഥ അതുപോലെയോ അതിനേക്കാൾ കൂടുതലോ പ്രസക്തമാണ്. ഇവിടെ മുമ്പ് ആരോഗ്യത്തിന്റെ നിർവചനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പൊരു പ്രസന്റേഷനിൽ. ഇന്ന് നമ്മൾക്ക് ഏജിങ് അല്ലെങ്കിൽ വാർദ്ധക്യം എന്താണ് എന്നുള്ളത് നമ്മൾക്കൊന്ന് നോക്കാം. ഏജിങ് എന്താണ്, അതിന്റെ നിർവചനം എന്താണ്? ശരീരമൊക്കെ ചുക്കിച്ചുളഞ്ഞ്
സ്കിന്നൊക്കെ എന്താണ് അതിൻ്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് നരച്ച് ജരാനരകൾ ബാധിച്ച് മസിൽ ടോൺ നഷ്ടപ്പെട്ട് മുഖത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ട് കണ്ണുകളുടെ വശ്യത നഷ്ടപ്പെട്ട് ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് മനുഷ്യന്റെ ശരീരത്തിന്റെ അംഗോപാംഗങ്ങൾ മാറുന്ന ഒരു കാലമാണ് സാമ്പ്രദായികമായി നമ്മൾ മനസ്സിലാക്കുന്ന വാർദ്ധക്യം. യഥാർത്ഥത്തിൽ വാർദ്ധക്യം അങ്ങനെയാണ്. നമ്മളുടെ ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെടുന്നു, ഫങ്ഷണൽ എബിലിറ്റി നഷ്ടപ്പെടുന്നു, ചലിക്കാനും മടങ്ങാനും നിവരാനുമുള്ള നമ്മുടെ ശേഷികൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ സാമൂഹികമായ നമ്മുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു, സമൂഹമായിട്ടുള്ള എൻഗേജ്മെന്റ് കുറയുന്നു, ആളുകളായിട്ടുള്ള നമ്മുടെ ബന്ധം കുറയുന്നു, നമ്മൾ ഉൾവലിയുന്നു, വീട്ടിൽ ഒതുങ്ങുന്നു. അങ്ങനെ പല അർത്ഥത്തിലും നമ്മളുടെ പലതരം എൻജോയ്മെന്റുകൾ നഷ്ടപ്പെടുന്ന, അതിന് പകരം വേദനകളുടെ പലതരം വേദനകളുടെ നാനാത്വങ്ങളിലേക്ക് നമ്മൾ പോകുന്ന ഒരു കാലം കൂടിയാണ്. അതായത് എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനകളും എല്ലാ വൈരൂപ്യങ്ങളും ഒന്നിച്ചനുഭവിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു ശിക്ഷാമുറയുടെ കാലം കൂടിയാണ് വാർദ്ധക്യം. യഥാർത്ഥത്തിൽ ഇത് സാമ്പ്രദായികമായ നമ്മൾ മനസ്സിലാക്കുന്ന വാർദ്ധക്യത്തിന്റെ ഒരു ചിത്രം, നമ്മൾ നിത്യവും കാണുന്ന ചിത്രം കൂടിയാണ്. ഇത് നമ്മുടെ യാഥാർത്ഥ്യമാണ്. നമ്മൾ ചുറ്റും നമ്മൾ അതാണ് കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. 80ഉം 90ഉം 95 വയസ്സിലും 100 വയസ്സിലും ഇതിന് വിരുദ്ധമായി ജീവിക്കുന്ന ആളുകളും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. 80 വയസ്സിലും 90 വയസ്സിലും ഡാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന, 90 വയസ്സിൽ മാരത്തൺ ഓടുന്ന ആളുകളും കൂടി ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലോകം. അതായത് ബ്ലൂ സോണുകൾ എന്ന് പറയുന്ന ലോകത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. അവിടെ അത് ജപ്പാനിലെ ഒക്കിനാവയിലും ഗ്രീസിൽ ഐക്കാരിയയില്, സർഡീനിയ ഇറ്റലിയില്, ലൊമലിൻഡ, ഇത് അടയാളപ്പെടുത്തപ്പെട്ട ബ്ലൂ സോണുകളാണ്. ഇവിടുത്തെ ആളുകൾ 90ഉം 100ഉം വയസ്സായിട്ടും ഇവിടുത്തെ 10,000-കണക്കിന് ആളുകൾ, 1-2 ആളുകളല്ല, ആ ഗ്രാമങ്ങളിലുള്ള മിക്കവാറും ആളുകൾ 90ഉം 100ഉം വയസ്സിലും ആരോഗ്യത്തോടെ, ഓജസ്സോടെ, പൂർണ്ണമായ ഫങ്ഷണാലിറ്റിയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ വലിയ വലിയ സമൂഹങ്ങൾ നമുക്ക് കാണാം. എന്തുകൊണ്ട് അത്തരം സമൂഹങ്ങൾ അങ്ങനെ ആകുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് സെല്ലുലാർ മെറ്റബോളിസത്തിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. ഒരു ശരാശരി മനുഷ്യന് എത്ര കാലം ജീവിക്കാം എന്ന് നമ്മൾ കേരളത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഒരു ചിത്രം 60, 70, 80 ഒക്കെ ആയാൽ വലിയ ബോണസായി. പക്ഷെ 60ഉം 70ഉം കഴിയുമ്പോൾ നമ്മൾ രോഗികളും കൂടിയാണ്. ആരോഗ്യത്തോടുള്ള 70 നമ്മുടെ മുമ്പിലില്ല. ആരോഗ്യത്തോടുള്ള 80ഉം 90ഉം നമ്മുടെ ചിത്രത്തിലേ ഇല്ല. ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം എത്രയാണ് നമുക്കറിയാം. അപൂർവമായി 90ഉം 100ഉം വയസ്സ് വരുന്നു ജീവിക്കുന്ന അമ്മൂമ്മമാരുള്ള നാടും കൂടി ആണ് നമ്മുടെ നാടുകൾ. അപൂർവമായി അത് വലിയ അത്ഭുതമാണ്. 80ഉം 90ലേക്കും ആളുകൾ എത്തുമ്പോൾ പക്ഷെ അവർക്ക് അവശതയാണ് അവരുടെ മുഖമുദ്ര. 80 വയസ്സിലെത്തുമ്പോഴേക്കും എല്ലാ അവശതയും അവർക്ക്. എന്നാൽ ശാസ്ത്രം പറയുന്നു 120ഓ 140ഓ വർഷം ജീവിക്കാനുള്ള സഞ്ചിത ശേഷി നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീനുകൾ നമ്മൾക്കുണ്ട്. അതുപോലെ ആളുകൾ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ, 4.5 ലക്ഷം, ആൾമോസ്റ്റ് 500,000 ആളുകൾ 100 കടന്നവരാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകൾ 110 കടന്നവരാണ്. അതായത് സെന്റിനേറിയൻസ് പറയും. 100 കടന്നാൽ അവരുടെ പേര് സെന്റിനേറിയൻസ് എന്നാണ്. 100 കടന്നു, സെഞ്ചുറി തികച്ചവർ. അവരുടെ ആരോഗ്യം അത്രയും ശക്തമാണ്. അത് 110-ലാകുമ്പോൾ സൂപ്പർ സെന്റിനേറിയൻസ് ആയി. സൂപ്പർ സെന്റിനേറിയൻസും ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ഉള്ള പല ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ശാസ്ത്രം നമ്മളോട് പറയുന്നത് 120 വരെ ഒരു പ്ലാറ്റ്യൂ ആണ്. പക്ഷെ ആധുനിക ശാസ്ത്രത്തിന്റെ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് 140 വരെ ജീവിക്കാൻ പറ്റും. അതിന് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ച് 43 പുതിയ ശാസ്ത്രങ്ങൾ, കടന്നു വരുന്ന ശാസ്ത്രങ്ങളുടെ ടൂളുകൾ ഉപയോഗിച്ചാൽ മനുഷ്യന് 200 വയസ്സ് വരെ ജീവിക്കാൻ പറ്റും എന്ന കാഴ്ചപ്പാടും ഇന്നത്തെ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ 140ലേക്ക് നമ്മൾ എത്തുന്നത്? ജീൻ എഡിറ്റിംഗ് ആവാം, ഡിസൈനർ ജീനുകൾ എന്ന് പറയും, ക്രിസ്പർ ബേസ്ഡ് ക്യൂറുകൾ എന്ന് വന്നുകൊണ്ടിരിക്കും. പലതരം രോഗങ്ങളുടെയും രോഗശാന്തി ക്രിസ്പർ പോലുള്ള സാങ്കേതിക ശാസ്ത്രത്തിലൂടെ ജീനിനെ എഡിറ്റ് ചെയ്തിട്ട് രോഗം മറികടക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതുപോലെ ലൈഫ് എക്സ്റ്റെൻഡിങ് സപ്ലിമെന്റ്സിന്റെ പുതിയ പുതിയ വരവുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലാബുകളിൽ
പരീക്ഷണശാലകളിൽ നട്ട് വളർത്തപ്പെട്ട, ഇൻക്യുബേറ്റ് ചെയ്ത് വളർത്തപ്പെട്ട ഓർഗൻസ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അത്തരം ആളുകൾ, കുറെ ആളുകൾ അതിന്റെ പിറകിലുണ്ട്. പലതരം അന്വേഷണങ്ങളും പഠനങ്ങളും വലിയ രീതിയിൽ വിജയം നേടിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ലാബ് ഗ്രോൺ ഓർഗനിന്റെ കാര്യത്തിൽ, വിത്ത് വെരി ഹൈ ലെവൽസ് ഓഫ് ഹോസ്റ്റ് ടോളറൻസ്. ഇപ്പോഴും നമ്മളൊരു ഒരു സാധാരണ വരുന്ന ഒരു വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ടോളറൻസിന്റെ വിഷയമാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ ഒക്കെ വലിയ ചാലഞ്ച് അതാണ്. പക്ഷെ ഇന്ന് അത്തരം ചാലഞ്ച് ഇല്ലാതെ ഹോസ്റ്റ് ക്രോമസോമിനെ മാച്ച് ചെയ്യുന്ന ഫീനോടൈപ്പിക് ജീനോടൈപ്പിക് മാച്ചുള്ള ഓർഗൻസ് ലാബുകളിൽ നട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പുതിയ ലാബ് ഗ്രോൺ ഓർഗൻസിന്റെ കഥ നമ്മൾ പറയുന്നത്. അതുപോലെ പുതിയ സൈബർനെറ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വരികയാണ്. ഏറ്റവും വലിയ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആണ്. അവിടെ നമ്മൾക്കറിയാം, ടെസ്ല പോലെ 100% ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയിലൂടെ ആക്സിഡന്റ് കുറക്കുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് ഇന്ന് കെട്ടുകഥ എന്ന് തോന്നുകയാണെങ്കിൽ നാളെ നമ്മുടെ റോഡിൽ നമ്മൾക്ക് കാണാം. ഇന്ന് ദുബായിലൊക്കെ ഞങ്ങൾ കാണുന്ന ടെസ്ല പോലുള്ള ഓട്ടോമേറ്റഡ് ഒന്നിലധികം കമ്പനികൾ അവിടെ ഇത് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓടിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലും അത്തരം കാര്യങ്ങൾ അധികം വൈകാതെ നമ്മുടെ കേരളത്തിലും എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 140 എത്തുന്ന 120 എത്തുന്ന 140 എത്തുന്ന ഒരു കടങ്കഥയല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പിജെനറ്റിക് ക്ലോക്കിനെ, അതുപോലെ ടിലോമിയർ എന്ന് പറയുന്ന നമ്മുടെ ജെനറ്റിക് തന്തുവിന്റെ അവസാനത്തെ, നമ്മുടെ ഷൂലേസ് പോലെ ഉണ്ടെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, DNA-യുടെ അവസാനത്തെ ടിലോമിയർ ആണ് നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ ആയുസിന്റെ, ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഈ ടിലോമിയർ എക്സ്റ്റൻഷൻ ആണ്. ടിലോമിയറിന്റെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്ന, എപ്പിജെനറ്റിക് ക്ലോക്കിനെ തിരിച്ചു വെക്കുന്ന ശാസ്ത്രം കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജീനോമിക്സിലൂടെ, എപ്പിജെനറ്റിക്സിലൂടെ അത് കൂടുതൽ കൂടുതൽ ക്ലാരിറ്റിയിലേക്ക്, കൂടുതൽ പുതിയ സാങ്കേതികമായ അറിവുകളിലേക്ക് മനുഷ്യൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ മറ്റൊന്നാണ് നാനോ ബോട്ടുകളും നാനോ സ്കെയിൽ റോബോട്ടുകളൊക്കെ. ഇതും വന്നുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായിട്ട്. ഇവിടെ ഏജിങ്ങിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ നമ്മൾ നോക്കുമ്പോൾ, ഏജിങ് ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. ഏജിങ് ഒരു 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 ഹോളിസ്റ്റിക് ഡൈനാമിക് പ്രോസസ്. നമ്മുടെ ഹോമിയോപ്പതിയൊക്കെ പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. ഏജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ചില ഫ്രെയിമിൻ്റെ ഉള്ളിൽ കാണേണ്ട സംഭവമല്ല. വളരെ ഡൈനാമിക് ആയിട്ടുള്ള, വളരെ സാകല്യമുള്ള ഒരു ഒരു സംഭവമാണ്. അവിടെ ബയോളജിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ചേഞ്ചസ് വരും നമ്മുടെ ശരീരത്തിൽ, ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരും, എൻവയോൺമെന്റൽ ആയിട്ടുള്ള നമ്മുടെ അഡാപ്റ്റേഷനിൽ ചേഞ്ചസ് വരുന്നു, നമ്മുടെ സൈക്കോളജിക്കൽ റീമിൽ നമ്മൾക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നു, ബിഹേവിയറൽ മാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവവും നമ്മുടെ ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതായത് ഏജിങ്ങോട് കൂടി നമ്മുടെ ബിഹേവിയറൽ ചേഞ്ച് വരും. ആദ്യത്തെ ശൈശവത്തിലേക്ക് നമ്മൾ ഏജിങ്ങിലോട് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. സോഷ്യൽ അഡാപ്റ്റേഷനിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാകും. ഇത്തരം അഡാപ്റ്റേഷനിലൂടെയുള്ള ഏറിയും കുറഞ്ഞുള്ള പല മേഖലയിലുള്ള ഡൈനാമിക് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഏജിങ്ങിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നാണ് ഏജിങ്ങിന്റെ ഒരു വരണ്ട ഡെഫിനിഷൻ. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അത് എന്താണ് അതിന്റെ ചിത്രം നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവുന്ന ചിത്രം ഇതാണ്: പരസഹായം ഇല്ലാതെ സ്വന്തം വെപ്പ് വല്ല് വായിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കാലമുണ്ട്. അത് വലിയ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലമാണ്. അമ്മ അപ്പൂപ്പൻ കണ്ണട സ്വന്തം എടുത്ത് മൂക്കിൽ വെച്ചു, അപ്പൂപ്പൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു, 2 സ്റ്റെപ്പ് വെച്ചു. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ 1 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന കൗതുകവും എക്സൈറ്റ്മെന്റും അപ്പൂപ്പൻ 1 2 സ്റ്റെപ്പ് വെക്കും ഉണ്ടാകുന്ന ഒരു കാലത്തിനെയാണ് നമ്മൾ ഏജിങ് എന്ന് പറയുന്നത്. നമ്മൾ 2ാം ശൈശവത്തിലേക്ക് നമ്മൾ പോകുന്ന, അല്ലെങ്കിൽ ഏജിങ്ങിന്റെ ഇടയിൽ ആ അസ്ഥ്യതകൾക്കും അവശതകൾക്കും ഇടയിൽ അവർ നേടുന്ന ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്ന ഒരു 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 പതിതാവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നതിനും കൂടിയാണ് ഏജിങ് എന്ന് പറയുന്നത്. 2ാം ശൈശവമാണ്. അവിടെ പുതിയ കളിപ്പാട്ടങ്ങൾ, കണ്ണട രാവിലെ എടുത്ത് തുടച്ചു വെക്കും. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നത് പോലെയാണ് അപ്പൂപ്പന്മാര് കണ്ണട കൊണ്ട് കളിക്കുക. നമ്മളൊക്കെ അതിലേക്ക് പോവുകയാണ്. വെപ്പ് വെല്ലെടുത്ത് വൃത്തിയാക്കി തുടച്ച് വായിലേക്ക് വെക്കും സൂക്ഷ്മതയോടെ. നമ്മുടെ കുട്ടികളായിരുന്ന സമയത്ത് പല്ലെടുത്തിട്ട് തലയുടെ അടിയിൽ വെക്കണ
പല്ലെടുത്ത് മന്ത്രിച്ച് നമ്മുടെ പുറത്തേക്ക് എറിയുന്ന പല്ല്, പുതിയ പല്ല് മുളച്ചു വരുന്ന, പഴയ പല്ല് കൊഴിഞ്ഞു പോകുന്ന ഓരോ എന്താണ് കുതൂഹലങ്ങളും കൗതുകങ്ങളും ഉള്ള ഒരു കാലം നമ്മൾക്ക് ചെറുപ്പത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് വെപ്പ് പല്ലിന്റെ ഒരു കാലത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകുന്ന കാലം കൂടിയാണ്. നമ്മൾ കുട്ടിയും കോലും കുറച്ച് കാലമുണ്ടായി. ഇന്ന് ഊന്നുപടിയാണ് നമ്മുടെ കുട്ടിയും കോലും. മിഠായി പൊതിക്ക് പകരം മരുന്നിന്റെ പൊതികളാണ്. ഒരു ചെല്ലപ്പെട്ടിയിൽ പലതരം മരുന്നുകൾ, പലതരം സപ്ലിമെന്റുകൾ, പലതരം ഹോമിയോ മരുന്നുകളും അലോപ്പതി മരുന്നുകളും അല്ലാത്ത മരുന്നുകളും. ഈ മരുന്നുകൾ സൂക്ഷ്മതയോടെ എടുത്ത് അത് പൊളിച്ച് അത് തുറന്ന് കഴിച്ച് സമയം നോക്കി ഇങ്ങനെയുള്ള എന്താ പറയാ ഒരു 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 കാലത്തേക്ക് ഒരു എന്താ പറയാ പുതിയ മിഠായി പൊതിയിലേക്ക് മനുഷ്യൻ പോകുന്ന രണ്ടാം ശൈശവ നല്ലൊരു ഒരു കഥ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ. ആ കഥ ഒന്നും കൂടി പറയണം തോന്നുന്നു, അത്രയും ശക്തമാണ് ആ കഥ. രണ്ടാം ശൈശവത്തിന്റെ ഒരു പവർ അല്ലെങ്കിൽ അതിന്റെ ഒരു മനോഹാരിത പറയുന്ന ഒരു കഥയാണ്. ഒരു അച്ഛനും മകനും അവരുടെ എന്താണ് എന്താണ് ഉദ്യാനത്തിൽ അല്ലെങ്കിൽ എന്താ ഇതിനെ പറയാ ഗാർഡനിൽ ഇരിക്കുകയാണ്. അപ്പൊ ഗാർഡനിൽ ഇരിക്കുമ്പോ മകൻ സ്വാഭാവികമായിട്ടും മൊബൈലിൽ ഇങ്ങനെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യുവാവാണ് മകൻ. അച്ഛൻ കുറച്ച് പ്രായമായിരിക്കുന്നു. അച്ഛൻ ചോദിച്ചു, മോനെ അത് ഏതാണ് കിളി? ഒരു കിളിയുടെ ഒച്ച കേൾക്കണ്ടല്ലോ. അച്ഛ അത് മൈനയാണ്. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ ചോദിക്കുകയാണ്, അച്ഛ മോനെ അതെന്താണ് ഒരു സൗണ്ട്, ഒരു കിളിയുടെ സൗണ്ട്? അച്ഛ അത് മൈനയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ ചോദിക്കുകയാണ്, മോനെ അതെന്താ ആ കിളിയുടെ ശബ്ദം എന്താണ്? അച്ഛ പറഞ്ഞാൽ അത് മൈനയാണ്. വീണ്ടും അച്ഛൻ ചോദിക്കുകയാണ്. അല്പം കൂടി കഴിഞ്ഞപ്പോ മകന്റെ സഹി കെടുകയാണ്. 5-ാം വട്ടം ചോദിച്ചപ്പോ മകൻ വല്ലാതെ ദേഷ്യപ്പെട്ട് അച്ഛനോട് എത്ര പ്രാവശ്യം പറയണം ഇത് മൈനയാണെന്ന്? അച്ഛൻ എന്താ ഇത് മനസ്സിലാവാത്തത്? വെറുപ്പിക്കല്ലേ അച്ഛ. ഇങ്ങനെയൊക്കെ വല്ലാതെ പൊട്ടിത്തെറിക്കുകയാണ്. അച്ഛൻ നിശബ്ദമായി എഴുന്നേറ്റ് വീട്ടിനകത്തേക്ക് പോയി ഒരു ഡയറി എടുത്ത് തിരിച്ചു വരികയാണ്. ഡയറി തുറന്ന് മകന്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തു. അതിൽ മകൻ വായിക്കുന്നു, അത് 32 വർഷം മുമ്പ് അച്ഛൻ എഴുതിയ ഒരു ഡയറിയാണ്. ഇന്ന് ഞാൻ എൻ്റെ മകനുമായി ഈ ഉദ്യാനത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മകൻ ഒരു കിളിയുടെ ശബ്ദം 20 പ്രാവശ്യം എന്നോട് ചോദിച്ചു, അച്ഛാ അതെന്ത് കിളിയാണ്? അച്ഛാ അതെന്ത് കിളിയാണ്? അപ്പോ മകനോട് അച്ഛൻ പറഞ്ഞു, മോനെ 20 പ്രാവശ്യവും മോനെ അത് കുയിലാണ്, അത് കുയിലിന്റെ പാട്ടാണ്, അത് കുയിലാണ്. എന്നിട്ട് അച്ഛൻ വീണ്ടും എഴുതിയാണ്. എന്ത് കൗതുകാണല്ലേ മകൻ, അവന്റെ അറിയാനുള്ള ജിജ്ഞാസ അവൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. മകൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പം അച്ഛന് സന്തോഷം തോന്നി. മറിച്ച് അച്ഛൻ വയസ്സായി മകനോട് 5 പ്രാവശ്യം ചോദിച്ചപ്പോഴേക്ക് മകന്റെ എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതാണ് വാർദ്ധക്യത്തിന്റെ, രണ്ടാം ശൈശവത്തിന്റെ തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വലിയൊരു കഥയാണത്. അത്തരം കഥകളിലേക്ക് നമ്മളൊക്കെ പോവാൻ പോവുകയാണ്. ജിറിയാട്രിക്സ് എന്ന ശാസ്ത്രം അത് ഏജിങ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ജെറന്റോളജി എന്ന ശാസ്ത്രത്തിന്റെ ഒരു ഉപശാഖയാണ് ജിറിയാട്രിക്സ്. ജെറന്റോളജി വാർദ്ധക്യ വലിയ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതിൽ വാർദ്ധക്യത്തെ എങ്ങനെ നമ്മൾക്ക് കാണാം, എങ്ങനെ നമ്മൾക്ക് അതിനെ മനസ്സിലാക്കാം, എങ്ങനെ അതിന്റെ ഡയഗ്നോസിസ്, അതിന്റെ ട്രീറ്റ്മെന്റ്, അതുപോലെ അതിനെ മനസ്സിലാക്കാനും അതിന്റെ കോസേറ്റീവ് ഫാക്ടേഴ്സിനെ മനസ്സിലാക്കാനും അതിനെ തിരുത്താനും അതിനെ മോഡിഫൈ ചെയ്യാനുള്ള ടൂൾസിനെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജെറിയാട്രിക്സ്. അതിന്റെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയും കൂടി വരുമ്പോഴാണ് ജെറിയാട്രിക്സ് ആവുന്നത്. യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ കോമൺ ഹെൽത്ത് പ്രോബ്ലംസ്? വയസ്സ് വാർദ്ധക്യമാകുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ്, ചില എക്സാമ്പിൾസ് മാത്രമാണ്. ഓസ്റ്റിയോപൊറോസിസ് വരുന്നു, എല്ല് നിരമ്പിക്കുന്നു, പ്രോസ്റ്റേറ്റിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, പ്രോസ്റ്റേറ്റ് ബ്രിട്ടിൽ ആകുന്നു. നമ്മുടെ ചെവിയൊക്കെ ഒക്കെ വ്യത്യാസം, അതായത് അതിന്റെ കാർട്ടിലേജ് മാറിയിട്ട് ഓസിഫിക്കേഷൻ നടക്കുന്നു. പലതരം സ്ഥലത്തും മൂക്കിലും ചെവിയിലും ഓസിഫിക്കേഷൻ നടക്കുന്ന, അതുപോലെ നമ്മുടെ ലോങ് ബോണിന്റെ എൻഡിൽ കൂടുതൽ ഓസിഫിക്കേഷൻ നടക്കുന്ന മാറ്റങ്ങൾ നടക്കലാണ് ഏജിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതുപോലെ ഡയബറ്റിസ് പോലുള്ള സാധനങ്ങൾ മൂർച്ഛിക്കുന്നു, ഹൃദ്രോഗം മൂർച്ഛിക്കുന്നു, കാറ്ററാക്ട് പോലുള്ള രോഗങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീനിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ കാറ്ററാക്റ്റായി മാറുന്നു.
പലതരം ആങ്സൈറ്റി ന്യൂറോസിസ് വരുന്നു, ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നു. ഇങ്ങനെ പലതരം പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കയറി പോവുകയാണ്. 2 തരത്തിലാണ് ഏജിങ് നടക്കുക. ഒന്നിനെ നമുക്ക് നാച്ചുറൽ ഏജിങ് എന്ന് പറയാം, മറ്റൊന്ന് പ്രീമച്വർ ഏജിങ് ആണ്. അതായത് ഏജിങ് ഇൻട്രൻസിക്കും എക്സ്ട്രൻസിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻട്രൻസിക് സ്ഥായിയായ നോർമലായ എന്താണ് ഏജിങ് ഫാക്ടേഴ്സ് ആണ്. എല്ലാ മനുഷ്യനും അതിലൂടെ കടന്നു പോയേ പറ്റും. നമ്മൾ എന്ത് തരം എപ്പിജനറ്റിക്സ് പറഞ്ഞാലും എന്ത് സാങ്കേതിക വിദ്യ പറഞ്ഞാലും മനുഷ്യന് ഇത്തരം മാറ്റങ്ങളിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ. അവിടെ ഇൻട്രൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയും. അത് ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതുപോലെ എൻസൈംസിന്റെയും ഹോർമോൺസിന്റെയും ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്തരം ഫാക്ടേഴ്സിന്റെ ഇതിലൂടെ അത് എന്താണ് നോർമൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഈ നോർമൽ ഫാക്ടേഴ്സിലൂടെ പോകുമ്പോൾ അവൻ 80-90 വയസ്സായാലും നല്ല ആരോഗ്യത്തോടെ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നു. ഇത്തരം ഫാക്ടേഴ്സിലെ നാച്ചുറൽ ഏജിങ്ങിൽ ഏജിങ് റിലേറ്റഡ് ഡാമേജിങ് ഫാക്ടറിന്റെ ഓൺസെറ്റ് വളരെ ലേറ്റ് ആയിരിക്കും. വൈകിട്ടാണ് വയസ്സിന്റെ അസ്ഥിതകളും പ്രയാസങ്ങളും തുടങ്ങുക. അതുപോലെ അതിന്റെ പ്രോഗ്രഷനും വയസ്സിന്റെ പ്രയാസങ്ങളുടെ ജരാനരകളുടെ പ്രോഗ്രഷനും വളരെ വൈകിട്ടായിരിക്കും നടക്കുക. അതുപോലെ ഫങ്ഷനലി അവർ ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ടാണ് 90-95 വയസ്സിൽ അവർക്ക് ഈ ഏജിങ് ഫാക്ടേഴ്സ് ഉണ്ടായിട്ടും, നാച്ചുറൽ ഏജിങ് ഫാക്ടേഴ്സ് ഉണ്ടായിട്ടും 90 വയസ്സിലും അവർക്ക് നല്ല ശക്തിയോടെ ജീവിക്കാൻ പറ്റുന്നത് അവർ ഫങ്ഷനലി ഹെൽത്തി ആവുന്നത് കൊണ്ടാണ്. അതുപോലെ ഓൺസെറ്റ് ഓഫ് അതുപോലെ ലൈഫ് സ്പാൻ, അതുപോലെ നമ്മുടെ ഹെൽത്ത് സ്പാൻ, ഇതിനൊരു സിങ്ക് ഉണ്ട്. ലൈഫ് സ്പാനിന്റെ അതേ താളത്തിലാണ് ഹെൽത്ത് സ്പാനും പോവുക. 80 വയസ്സിലുള്ള ആരോഗ്യം 90 വയസ്സുള്ള ആരോഗ്യം അതുപോലെ കിട്ടും. അതാണ് നോർമൽ നാച്ചുറൽ ഏജിങ്ങിന്റെ പ്രത്യേകത. ഇതിന്റെ ഉദാഹരണം എവിടെയാണ്? ഇതിന്റെ ഉദാഹരണം ബ്ലൂ സോൺ, നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾ, അതുപോലുള്ള ഒരുപാട് രാജ്യങ്ങൾ വേറെയും ഒരുപാട് ഗ്രാമങ്ങൾ വേറെയും, അത് പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ തീരങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, സ്പെയിനിലും അതുപോലെ കാസ്പിയൻ തീരങ്ങളിലൊക്കെ ഒരുപാട് ഗ്രാമങ്ങൾ ആരോഗ്യത്തോടെ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. അതാണ് ബ്ലൂ സോൺ എന്ന് നമ്മൾ പറയുന്ന സ്ഥലങ്ങൾ. അടുത്തത് നമ്മൾ പ്രീമച്വർ ഏജിങ്, അല്ലെങ്കിൽ അതൊരു എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ആണ് അവിടെ ഡോമിനേറ്റ് ആവുക. അവിടെ അതായത് ബാഹ്യമായ കാരണങ്ങൾ ശക്തിപ്പെടുമ്പോഴാണ് പ്രീമച്വർ ഏജിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. അതിൽ സ്ട്രെസ്, പ്രധാനപ്പെട്ട മാനസികാദി സമ്മർദ്ദങ്ങൾ, ഇമോഷണൽ ഡിസ്റ്റർബൻസുകൾ, അതുപോലെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഡയറ്റ്, സ്ലീപ്പ്, ഫിറ്റ്നസ്, അതുപോലെ മറ്റ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, സ്ട്രെസ് പോലുള്ള ഫാക്ടേഴ്സ്, ഇതൊക്കെ ചേരുമ്പോഴാണ് പ്രീമച്വർ ഏജിങ്ങിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ പോകുന്നത്. അതുപോലെ എൻവയോൺമെന്റൽ ടോക്സിസിറ്റി, എൻവയോൺമെന്റൽ പൊല്യൂഷൻസ്, അത്തരം കാര്യങ്ങൾ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഏർലി ഓൺസെറ്റ് ഓഫ് ഏജിങ് നടക്കും. അതുപോലെ റാപ്പിഡ് പ്രോഗ്രഷൻ ഓഫ് ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ഉണ്ടാകും. അവിടെ ആളുകൾ നേരത്തെ തന്നെ രോഗികളാവുന്നു, അവർ നേരത്തെ തന്നെ വികലാംഗരാകുന്നു, നേരത്തെ തന്നെ അവരുടെ മരണത്തിലേക്ക് എത്തുന്നു. ഇവിടെ ലൈഫ് സ്പാനിന്റെയും ഹെൽത്ത് സ്പാനിന്റെയും, ആരോഗ്യത്തിന്റെയും ആയുസിന്റെയും ഒരു സിങ്ക് നടക്കുന്നില്ല. അതിന്റെ ആരോഗ്യം ഒരു വഴിക്കും ആയുസ് വേറൊരു വഴിക്കും പോവുകയാണ്. അപ്പോൾ വളരെ നേരത്തെ തന്നെ അവർ രോഗികളാകുന്നു, നേരത്തെ തന്നെ അവരുടെ വൈകല്യങ്ങൾ തുടങ്ങും, നേരത്തെ തന്നെ അവർ ജീവിതത്തോട് വിട പറയുന്നു. ഒരു ഉദാഹരണമാണ് വേർണസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗം. അത് ജനറ്റിക് ഡിസോർഡർ ആണ്, പക്ഷേ എപ്പിജനറ്റിക്സിലൂടെ അതിന്റെ ഓഗ്മെന്റേഷൻ നടക്കുന്നു. അപ്പോൾ എന്താണ് ഏജിങ്ങിൽ നടക്കുന്നത്? ഇത് നമ്മൾ അകത്ത്, നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ലക്ഷണങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ ഉള്ളിൽ വയസ്സാകുമ്പോൾ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകും? എങ്ങനെയാണ് നമ്മൾ വയസ്സാകുന്നത്? അത് കോശങ്ങളിൽ എങ്ങനെ വയസ്സാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെല്ലുലാർ ഏജിങ് ആണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കോശങ്ങൾ, അത് നമ്മൾ കാണുന്ന ഏരിയ അല്ല. കാണുന്നത് തൊലിയുടെ ചുറ്റൊലിവാണെങ്കിൽ ഓരോ തൊലിയും ഉണ്ടാവുന്നത് തൊലിയുടെ സ്ക്വാമസ് സെൽസോ അല്ലെങ്കിൽ കൊലുമിനാർ സെൽസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ സെല്ലുലാർ ലെവലിൽ ഉണ്ടാവുന്ന ഹെൽത്ത് ആണ് അടിസ്ഥാനം. അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മുടെ ബോഡിയുടെ ഫാറ്റിന്റെ ലെവൽ, നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും ചെറുപ്പത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബോഡി വളരെ ഫിറ്റ് ആയിരിക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും 50-60 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഫാറ്റ് ബോഡിയിൽ ഉണ്ടാവും. അപ്പൊ അവിടെ എങ്ങനെ നമ്മൾക്ക് അതിന്റെ തോതിനെ കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഷ്വാസ്നഗർ ആയാലും നല്ല മസിലുള്ള ആളും അവർക്ക് മസിലിന്റെയും ബോണിന്റെയും ഡെൻസിറ്റി പ്രായത്തിൽ കുറയുന്നു. മസിൽ തിന്നാവുന്നു, ബോൺ
എല്ലിന് തേയ്മാനങ്ങൾ ഉണ്ടാകുന്നു, എല്ല് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നു, അതുപോലെ പേശിയിൽ ശോഷിപ്പ് ഉണ്ടാകുന്നു, പേശി ശോഷണം അല്ലെങ്കിൽ മസിൽ തിന്നിങ് നടക്കുന്നു, ഡീഹൈഡ്രേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശരീരത്തിന്റെ ജലാംശം നഷ്ടപ്പെടുന്നു, ഡീഹൈഡ്രേഷൻ, വെരി ക്രിട്ടിക്കൽ. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ആ ഡീഹൈഡ്രേഷൻ കാരണം ഒട്ടേറെ മറ്റ് ചേഞ്ചസ് ഉണ്ടാകും. ഡീഹൈഡ്രേഷൻ ഓഫ് പ്രോട്ടീൻ മുതൽ ഫാറ്റിന്റെ അക്യുമുലേഷൻ പലതും. ഡീഹൈഡ്രേഷൻ ഇസ് എ വെരി ക്രിട്ടിക്കൽ ഫാക്ടർ. അതുപോലെ ബോഡിയുടെ ആസിഡ് ബേസ് ബാലൻസ് തെറ്റുന്നു, pH തെറ്റുന്നു. pH തെറ്റുമ്പോൾ കോശങ്ങളിൽ തകർച്ച ഉണ്ടാകും. കോശങ്ങൾ തകരുമ്പോൾ ശരീരത്തിൽ എല്ലാ രീതിയിലുള്ള മറ്റു മാറ്റങ്ങൾ ഉണ്ടാകും. ഡീഹൈഡ്രേഷൻ ഇസ് വെരി ക്രിട്ടിക്കൽ. അതുകൊണ്ട് നമ്മുടെ ഇതിന്റെ ചേഞ്ചസിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഡീഹൈഡ്രേഷൻ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് പണിയെടുക്കേണ്ട ഒരു മേഖലയാണ്. യൗവനത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ, യൗവനത്തിലേക്ക് തിരിച്ചു പോകാമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്ക് അതിലേക്ക് വരാം. ഡീഹൈഡ്രേഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ലോസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്കിൻ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ജോയിന്റ്സ്. ഡീഹൈഡ്രേഷന്റെ അടുത്ത റിസിക്യുലയാണ്, അടുത്ത ഒരു സ്റ്റേജാണ്. ഇപ്പൊ കണക്റ്റീവ് ടിഷ്യൂസിന്റെ പ്രോസസ്സിങ്ങിൽ, അതിന്റെ ആഗിരണത്തിൽ, അതിന്റെ മെറ്റബോളിസത്തിൽ നമുക്ക് പാളിച്ചകൾ ഉണ്ടാകുന്നു. നേരത്തെ പോലെ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ കൊളാജൻസിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അബ്സോർബ് ചെയ്യുന്നതിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ട് അതിന്റെ മെറ്റബോളിസം നടക്കില്ല. അങ്ങനെ പല ഫാക്ടേഴ്സും കാരണം നമുക്ക് തൊലിയുടെയും ബോൺസിന്റെയും ആർട്ടിക്കുലർ ഏരിയയുടെയൊക്കെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു. അത് പലതരം കോസ്മെറ്റിക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. ഡീനാച്ചുറേഷൻ പ്രോട്ടീൻ കാരണം നമുക്ക് പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നു, പലതരം തേയ്മാനങ്ങൾ ഉണ്ടാകുന്നു. സോറി പലതരം തേയ്മാനങ്ങളും പലതരം ഉദാഹരണത്തിന് കാറ്ററാക്ട് ഉണ്ടാകുന്നത് പ്രോട്ടീന്റെ ഡീനാച്ചുറേഷൻ കാരണമാണ്. ഗ്ലോമുലാർ ഡിസീസസ്, എൻ സ്റ്റേജ് റീനൽ ഡിസീസസ്, ഇതൊക്കെ പ്രോട്ടീൻ ഡാമേജിങ് വരുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. പലതരം രോഗങ്ങളുടെയും അടിസ്ഥാനം ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ആണ്. പല ഹോർമോണിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഹോർമോണിൽ ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് വലിയ ദുരന്തം, വലിയ 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 പ്രയാസം. അതായത് പഴയ ശുക്രാചാര്യരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ശാപം, യയാതി, ചെറിയ പ്രായത്തിൽ യുവാവായിരിക്കുമ്പോഴേ കളവന്മാരാവുന്ന ഒരു മാറ്റം, യയാതി കോംപ്ലക്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ യയാതിയുടെ പുതിയ അവതാരങ്ങളായി നമ്മളൊക്കെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അവിടെ ഹോർമോണൽ ചേഞ്ചസ് ഡ്യൂ ടു സോ മെനി റീസൺസ് നടക്കുകയാണ്. അതിൽ ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള സംഭവങ്ങൾ, ഈസ്ട്രജൻ പോലുള്ള സാധനങ്ങൾ കുറയുന്നു, നല്ല ഒരുപാട് ഹോർമോൺസിലുള്ള റെഗുലേഷൻ ഉണ്ടാകുന്നു. ഇതൊക്കെ കാരണം ടെലോമിയറിൽ മാറ്റം ഉണ്ടാകും. നമ്മുടെ കോശങ്ങളുടെ ക്രോമസോംസിനകത്ത് ഏറ്റവും വലിയ ജനിതക തന്തു എന്ന് നമ്മൾ വിളിക്കുന്ന DNA-യുടെ അകത്തുള്ള ക്രോമസോംസിന്റെ ടെലോമിയർ എലോങ്ങേഷൻ ചെറുതാകുന്നു. ഒരു ടാഡ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിലുള്ളപ്പോൾ, അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ നമുക്കൊരു വാലുണ്ടായിരുന്നു, നമ്മൾ നീന്തി കളിച്ചിരുന്നു. വാല് ചെറുതായി ആ ജീവിതത്തിൽ നമ്മൾ പുറത്തേക്ക് വരുന്നു. ഒരു ജീവിതത്തിന്റെ ഘട്ടം അവസാനിക്കുമ്പോൾ വാല് ചുരുങ്ങലാണ് അതിന്റെ നമ്മുടെ ഭൂമിയിലുള്ള ജീവിതം അവസാനിക്കുന്ന നമ്മുടെ കോശങ്ങൾക്കകത്ത് ക്രോമസോമിന്റെ വാല് ചുരുങ്ങുന്നു എന്നുള്ളത് ഒരു കഥയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങളിലൂടെ നമ്മുടെ ഓർഗനിന്റെ ക്വാളിറ്റിയിൽ മാറ്റം ഉണ്ടാവും. നമ്മുടെ ഹാർട്ടിൽ, നമ്മുടെ കിഡ്നിയിൽ, നമ്മുടെ കോശങ്ങളിൽ, നമ്മുടെ ലിവറിൽ, നമ്മുടെ തലച്ചോറിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ആധുനിക ശാസ്ത്രം ഈ അവസാനത്തെ തുരുത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്. ഓർഗൻ ബേസ്ഡ് ആണ് ആധുനിക ശാസ്ത്രം. നമ്മൾ ഇന്ന് നമ്മുടെ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്നതും ഈ ഒരു പരിമിതി വെച്ചിട്ടാണ്. നമ്മൾ ഓർഗൻ ബേസ്ഡ് മെഡിസിൻ ആണ് നമ്മുടെ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ സെല്ലുലാർ മെഡിസിൻ നമ്മൾ തുടങ്ങുന്നില്ല. ഏറ്റവും ആദ്യത്തെ സെല്ലുലാർ ലെവലിൽ നിന്ന് തുടങ്ങിയ ഒരു ക്രോണോളജിക്കൽ ഇവൻച്വാലിറ്റിയുടെ ഭാഗമായിട്ട് ഓർഗൻ ഫെയിലിയർ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ എല്ലാ അന്വേഷണങ്ങൾ ഓർഗനിൽ തുടങ്ങുന്നു, ഓർഗനിൽ അവസാനിക്കുന്നു. ഓർഗൻ എന്ന സ്പെയർ പാർട്സിനെ നന്നാക്കാനുള്ള വ്യഗ്രതയിൽ നമ്മൾ മറ്റു യാഥാർത്ഥ്യങ്ങളെ മറക്കുന്നു. അതുകൊണ്ട് വളരെ പരിമിതമായ വിജയം മാത്രം ആധുനിക ശാസ്ത്രത്തിന് ലഭിക്കുന്നു. ഹോമിയോപ്പതി അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഹോമിയോപ്പതിയുടെ വിജയം
വലിയതാണ്. ഹോമിയോപ്പതി സെല്ലുലാർ ലെവലിൽ കൂടി വർക്ക് ചെയ്യുന്നു, ഡൈനാമിക് ലെവലിൽ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹോമിയോപ്പതി മറ്റ് അനേകം പരിമിതികൾ ഉണ്ടായിട്ടും ഹോമിയോപ്പതി ഇന്നും ഒരു ശാസ്ത്രമായി പിടിച്ചു നിൽക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഓർഗനിൽ ഉണ്ടാകുന്ന ഫങ്ഷണൽ ചേഞ്ചസ് ആണ് രോഗിയെ രോഗിയാണെന്ന് മനസ്സിലാക്കുന്നത്. ആ ഫങ്ഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന രോഗങ്ങളുമായി രോഗി ഡോക്ടറെ പോകുന്നു, ഡോക്ടർ ഓർഗൻസിനെ പഠിക്കുന്നു, ഓർഗൻസിനെ ചികിത്സിക്കാൻ ഡോക്ടർ ശ്രമിക്കുന്നു. പക്ഷേ ഒരു അന്തവും ഇല്ലാത്ത രീതിയിലുള്ള ചില ചികിത്സയിലൂടെ എവിടെയും എത്താതെ പരാജയപ്പെടുന്നു. ഇതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പരിമിതി. ഇവിടെ എന്താണ് നടക്കുന്നത്? ഉദാഹരണത്തിന് നമുക്കൊരു ജേണി, ഒരു യാത്ര നമുക്ക് നോക്കാം. ഗട്ട് ഡിസ്ബയോസിസ്, വയറ്റിനകത്ത് പലതരം സ്ട്രെസ് കാരണം, ചീത്ത ഫുഡ് കാരണം, സ്ട്രെസ് കാരണം നമ്മുടെ വയറ്റിൽ നമ്മുടെ നല്ല ബാക്ടീരിയകളുടെ തകർച്ചയുണ്ടാകുന്നു, ഡിസ്ബയോസിസ് ഉണ്ടാകുന്നു. അത് കാരണം മെറ്റബോളിസത്തിൽ, എല്ലാ തരത്തിലുള്ള മെറ്റബോളിസത്തിനെയും ഗട്ടിലുള്ള ബാക്ടീരിയയുടെ തകർച്ച ബാധിക്കുന്നു. അവിടെ ഹോർമോണൽ മെറ്റബോളിസത്തിൽ, നമ്മുടെ എൻസൈമാറ്റിക് മെറ്റബോളിസത്തിൽ, അതുപോലെ പലതരം എന്താ പറയാ ന്യൂറോ ട്രാൻസ്മിറ്റർ കമ്മ്യൂണിക്കേഷൻ മെറ്റബോളിസത്തിലൊക്കെ തകർച്ച ഗട്ട് ഡിസ്ബയോസിസ് കൊണ്ട് മാത്രമുണ്ടാകും. അങ്ങനെ അത് പലതരം മെറ്റബോളിക് ചേഞ്ചസ്, വിസറൽ ഫാറ്റ്, ഓവർ വെയിറ്റ് പോലുള്ള സംഭവങ്ങൾ, അതുപോലെ പലതരം രോഗങ്ങൾ, അതായത് പ്രീ ഡയബറ്റിസ് ആയി മാറുന്നു. പിന്നീട് പ്രഷർ വരുന്നു. അത് അത്തരം ഇതിലൂടെ നമ്മളുടെ ഹാർട്ടിലും കോശങ്ങളിലും സ്കിന്നിലും രക്തക്കൊഴലുകളിലൊക്കെ മാറ്റം ഉണ്ടാകുന്നു. അത് കണക്റ്റീവ് ടിഷ്യൂസിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ തൊലിയും ഇതൊക്കെ ചുളിയുന്നു, ലെസ്റ്റർലെസ് ആകുന്നു, തിളക്കം നഷ്ടപ്പെടുന്നു. പിന്നീട് ജോയിന്റിലേക്ക് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ജോയിന്റ് സ്റ്റിഫ് ആകുന്നു, മൊബിലിറ്റി നഷ്ടപ്പെടുന്നു, മൂവ്മെന്റ് പരിമിതമാകുന്നു, നമ്മുടെ ജീവിതം ദുരിതപൂർണമാകുന്നു, കണ്ണിലേക്ക് കാറ്ററാക്ട് വരുന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപയർഡ് ആകുന്നു. പിന്നീട് നമ്മൾ പൂർണ്ണമായും ജീവിതത്തിന്റെ ഏജിങ്ങിന്റെ ഫുൾ സ്പീഡിലേക്ക് നമ്മുടെ ശരീരം പോകുന്നു. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മാറി മറയുന്നു. വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മൾ എത്തും. ഇങ്ങനെയാണ് ഒരു ക്രോണോളജി ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ രണ്ട് തരത്തിലുള്ള ഏജിങ് ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യത്തെ നമ്മളൊക്കെ കാണുന്ന ഒരു ഏജിങ്ങിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ആ ഏജിങ്ങിൽ 10-30 വയസ്സാവുമ്പോഴേക്ക് നമ്മളുടെ ഒരു നോർമൽ ആരോഗ്യത്തിൽ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു ഏർലി ഓൺസെറ്റ് ഓഫ് ക്രോണിക് ഡിസീസിലേക്ക് നമ്മൾ 25-30 വയസ്സാകുമ്പോഴേക്ക് നമ്മളെല്ലാ ആളുകളും ഇന്ന് എത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല വേണ്ടത്. പക്ഷേ 30 വയസ്സിലും 25 വയസ്സിലും 30 വയസ്സിലും ക്രോണിക് ഡിസീസിലേക്ക് നമ്മൾ എത്തുകയാണ്. എന്നിട്ട് ഒരു 50 വയസ്സ് കഴിയുമ്പോഴേക്ക് നമ്മൾ ആ ക്രോണിക് ഡിസീസിന്റെ കൂടെ സായിയായ മറ്റു രോഗങ്ങളിലേക്ക് എത്തുന്നു. ഏജ് റിലേറ്റഡ് ഡിസീസിലേക്ക് നമ്മൾ കയറുന്നു. കാരണം നമ്മൾ നേരത്തെ തന്നെ ഏജ് റിലേറ്റഡ് ക്രോണിക് ഡിസീസിൽ കയറിയത് കൊണ്ട് ഏർലി ഓൺസെറ്റ് ഓഫ് ക്രോണിക് ഡിസീസിൽ കയറിയത് കൊണ്ട് ഏജ് റിലേറ്റഡ് ഡിസീസസും സ്വാഭാവികമായിട്ട് നേരത്തെ വരുന്നു. അങ്ങനെ ഒരു 70 വയസ്സാകുമ്പോഴേക്കാൾ പൂർണ്ണമായ രോഗിയായി മാറുന്നു. ചിലപ്പോൾ 40-50 വയസ്സിലാൾ ലോകത്ത് നിന്ന് വിട പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന സിനാരിയോ. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതാണ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ഇതൊക്കെ യാഥാർത്ഥ്യമായി, ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത്, ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട്, ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായി നമ്മൾ മാപ്പ് സാക്ഷികളായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതല്ലാത്തൊരു രോഗത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല. എന്നാൽ ഇതല്ലാത്തൊരു ലോകം ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. അതിന് ഒപ്റ്റിമം ലോഞ്ചിവിറ്റി സിനാരിയോ എന്ന് നമുക്ക് പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 30-35 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അവര് ബ്ലൂ സോൺ ലിവിങ്ങിലേക്ക് അവർ മാറുകയാണ്. അവരുടെ ലൈഫ് സ്റ്റൈലിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, അവരുടെ ജീവിത ശൈലി മാറ്റുന്നു. അവർ കൃത്യമായ വ്യായാമത്തിലൂടെ, ഫങ്ഷണൽ വ്യായാമങ്ങളിലൂടെ, കൃത്യമായ ഭക്ഷണ രീതിയിലൂടെ, സോഷ്യൽ എൻഗേജ്മെന്റിലൂടെ അവർ നല്ല ഒരു ജീവിത ശൈലിയിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോയിട്ട് പിന്നീട് അവർ എത്തുന്നത് യഥാർത്ഥത്തിൽ 80-90 വയസ്സിൽ ബ്ലൂ സോൺ ലിവിങ്ങിലൂടെ വളരെ ശക്തമായ ആരോഗ്യാവസ്ഥയിൽ അവരെത്തുന്നു. അങ്ങനെ എത്താൻ പറ്റിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സെല്ലുലാർ ലെവലിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ബ്ലൂ സോൺ ലെവലിലുള്ള ആളുകളുടെ സെല്ലുലാർ ലെവലിലുള്ള ചേഞ്ചസ് വളരെ ശക്തമായിരിക്കും. ഇത് മെഷർ ചെയ്യാനുള്ള മെട്രിക്സ് എന്ന് ഉപകരണങ്ങൾ ലഭ്യമാണ്.
അത് നമ്മൾക്ക് ഓരോ ആളുകൾക്കും ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ ലഭ്യമാണ്. ഇത്തരം ഉപകരണങ്ങൾ നമുക്ക് നമ്മുടെ സെല്ലുലാർ മെറ്റബോളിസത്തെ, കോശങ്ങളുടെ ആരോഗ്യത്തെ അളക്കാൻ പറ്റും. ഇപ്പൊ ബ്ലൂ സോൺ ലിവിങ്ങിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോഗ്യമുള്ള ജപ്പാനിലെ, ഇറ്റലിയിലെ, ലാറ്റിൻ അമേരിക്കയിലെ, കോസ്റ്ററിക്കയിലുള്ള, ഗ്രീസിലുള്ള ആളുകളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളുടെ രഹസ്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവര് ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട, ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട, സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട, സോഷ്യൽ കണക്ഷനുമായി ബന്ധപ്പെട്ട, നമ്മളെ പോലെ അണുകുടുംബം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇന്നും പലതരം സാമൂഹികമായ കൊള്ളക്കൊടക്കുകളിൽ ജീവിക്കുന്ന ആളുകളാണ്. നേരത്തെ പറഞ്ഞതിന്റെ ഒരു പിക്ചോറിയൽ ചിത്രമാണിത്. അതായത് 10, 20, 30, 40 വയസ്സാകുമ്പോൾ അവർ സൈക്കിൾ ചവിട്ടി, 40 വയസ്സിൽ അവർ ആരോഗ്യമുള്ളവരാണ്. 40 വയസ്സാകുമ്പോഴേക്കും നമ്മൾ രോഗികളായി മാറുന്നത് ആദ്യത്തെ കേസാണ്. അതായത് 40 വയസ്സാകുമ്പോഴേക്ക് നമ്മൾ രോഗികളായി മാറും. 50 വയസ്സിൽ നമ്മൾ വടികുത്തി നടക്കും. 60 വയസ്സിൽ നമ്മൾ മരുന്നുകളുടെ ആളുകളായി മാറും. പിന്നീട് നമ്മൾ ഉപകരണങ്ങളുടെ പരസഹായമില്ലാതെ, ഉപകരണങ്ങളുടെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പലതരം പ്രോസ്തറ്റിക്കുകളുടെ, പലതരം ജീവിത സഹായികളുടെ ഇതിലൂടെ നമ്മൾ മാറുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഓപ്റ്റിമൽ ലൈഫ് സ്പാനിൽ എത്തുമ്പോൾ, ബ്ലൂ സോൺ ലിവിങ് സ്റ്റൈലിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് 70ഉം 80ഉം വയസ്സിലും നമ്മൾ മല കയറാനും കുന്നു കയറാനും നമുക്ക് പറ്റുന്നു. അത് 90 വയസ്സിലെത്തുമ്പോഴാണ് നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചില മെഡിക്കൽ സപ്പോർട്ട് വേണ്ടി വരുന്നത്. അതുപോലെ 100 വയസ്സിലും അവര് ഇത്തരം മെഡിക്കൽ സപ്പോർട്ടുകളുടെ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായി അവരൊരു പ്ലാറ്റ്യൂവിൽ എത്തുന്നത് 110ലും 105ലും 110ലൊക്കെയാണ് അവരുടെ ഓർഗൻ ഫെയിലിയറിലേക്കോ അല്ലെങ്കിൽ പ്ലാറ്റ്യൂവിലേക്കോ എത്തുന്നത്. അതും നിലവിലുള്ള സാങ്കേതിക വിദ്യയിലൂടെ അതും മറികടക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് ഇതിലേക്ക് പോകാം. ഈ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, അതെന്തൊക്കെയാണ്? അതിൽ നമ്മൾക്ക് ഉള്ളത് പിന്നെ ഫുഡ്, സ്ലീപ്പ്, എക്സസൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഏജിങ്ങിന്റെ, വയസ്സാവുന്നതിന്റെ സ്പീഡ് കുറക്കാൻ പറ്റും. നല്ല ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് കിളവന്മാരാവില്ല. കൃത്യമായി ഉറങ്ങാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കിളവന്മാരാവില്ല. കൃത്യമായി വ്യായാമം, ഫങ്ഷണൽ, ജിമ്മിൽ പോയി കളിക്കുന്ന കസർത്തിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ തൂമ്പെടുത്ത് കളക്കുകയാണെങ്കിൽ, നമ്മൾ കോണി കയറുകയാണെങ്കിൽ, ലിഫ്റ്റ് കയറാതെ കോണി കയറാനും കോണി ഇറങ്ങാനും തയ്യാറാണ്. 1ഉം 2ഉം നിലയിൽ കയറാൻ നമുക്ക് ലിഫ്റ്റ് വേണം. തൊട്ടപ്പുറത്തുള്ള കടയിൽ പോകാൻ നമുക്ക് വണ്ടി വേണം, കാറ് വേണം. ഇതിൽ നിന്ന് മാറാൻ തയ്യാറായാൽ നമ്മൾ യൗവനവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ യുവത്വവും നമുക്ക് നിലനിർത്താൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ട്രെസ്സാണ്. സ്ട്രെസ്സിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഐസൊലേഷൻ ആണ്. നമ്മൾ സോഷ്യലി കണക്ട് ആയാൽ സ്ട്രെസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, സ്ട്രെസ്സിന്റെ ബേർഡൻ കുറക്കാൻ പറ്റും. വെൻ വി ഷെയർ വി കെയർ, അതാണ്. അതായത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കെയർ കൂടുതൽ കിട്ടുന്നു, ഷെയർ ചെയ്തില്ലെങ്കിൽ ബേർഡൻ കൂടുന്നു. അതുപോലെ ജനറ്റിക് ഫാക്ടേഴ്സ് കൂടി വരുന്നു അവിടെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് നമ്മളുടെ ഈ പറയുന്ന ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾക്ക് ശരീരം എന്ന് പറയുന്ന അസാധ്യമായ ഒരു ഉപകരണത്തെ നമുക്ക് തന്നിട്ടുണ്ട് ഈശ്വരൻ. ആ ഉപകരണത്തെ നമ്മൾ കൃത്യമായി പരിപാലിച്ചാൽ, ഈ രീതിയിൽ പരിപാലിക്കാതിരുന്നാൽ, ഈ രീതിയിൽ നമ്മൾ പന്തോറയുടെ ബോക്സ് തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അതിനെ പരിപാലിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഹോമിയോപ്പതിക് മേഖലയിലേക്ക് പോകാനുണ്ട്. ഞാൻ ഇതിന്റെ ഈ ആമുഖം മാത്രമേ ഈ സെഷനിൽ പറയുന്നുള്ളൂ. വിശദമായി ഇതിന്റെ ഹോമിയോപ്പതിക് മാനങ്ങൾ ഒരു അടുത്ത സെഷനിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ടിഷ്യൂ സാൽസിനെ കുറിച്ചും അതുപോലെ ഹോമിയോപ്പതിക് മെഡിസിൻസ് എങ്ങനെയാണ് ഏജിങ്ങിനെ, അതിന്റെ പ്രാഥമിക പാഠങ്ങൾ, അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻ എങ്ങനെയാണ് പ്രീമച്വർ ഏജിങ്ങിന്റെ ഒരു ഇതിലേക്ക് അത് വർക്ക് ചെയ്യുന്നത്, അതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്താണെന്ന് നോക്കുമ്പോൾ എല്ലാ ഹോമിയോ മരുന്നുകളും ഏതെങ്കിലും രീതിയിൽ ഏജിങ്ങിനെയും കൂടി പോസിറ്റീവ്ലി ബാധിക്കുന്നതാണ്. അത് ഡൈനാമിക് മെഡിസിൻസ് ആയതുകൊണ്ടാണ്, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഹോളിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ആയതുകൊണ്ടാണ്. 2, നമ്മുടെ മിക്കവാറും പോളിക്രിസ്റ്റുകളും ഡയറക്റ്റ്ലി ഏജിങ് പ്രോസസ്സിന്റെ ഏതെങ്കിലും എലമെന്റുകൾ അല്ലെങ്കിൽ മിക്കവാറും എലമെന്റുകളെ പോളിക്രിസ്റ്റുകൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. 3, ഹോമിയോപ്പതി
വർക്ക് ചെയ്യുന്നത് മയാസ്മാറ്റിക് കറക്ഷനിലൂടെ, റൂട്ട് കോസിനെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ. നമ്മൾ ഇന്ന് പറയുന്ന എപ്പിജനറ്റിക് കറക്ഷൻ എന്ന് പറയുന്നത് ഒരുതരം മയാസ്മാറ്റിക് കറക്ഷൻ ആണ്. ഇതിന്റെ കോറലേഷൻ ഹോമിയോപ്പതി കമ്മ്യൂണിറ്റിയും ഫങ്ഷൻ മെഡിസിൻ കമ്മ്യൂണിറ്റിയും പരസ്പരം ഇരുന്ന് പഠനങ്ങൾ നടത്തി ഡീകോഡ് ചെയ്യേണ്ടതാണ്. അതിനുള്ള വലിയൊരു സ്കോപ്പും വലിയൊരു സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട്. അടുത്തത് ഹോമിയോപ്പതി സെല്ലുലാർ മെറ്റബോളിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ടിഷ്യൂ സോൾസ് പോലുള്ള സംഭവങ്ങൾ, അതുപോലെ നമ്മുടെ പൊട്ടൻസി മെഡിസിൻസ്, നമ്മുടെ മദർ ടിങ്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും അതൊക്കെ സെല്ലുലാർ ലെവലിലുള്ള വലിയ മാറ്റങ്ങൾ, അതുപോലെ അതിനനുസരിച്ചുള്ള ഇൻട്രിൻസിക് ഹീലിംഗ് പ്രോസസ്സിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി ടിഷ്യൂ സോൾസ്. അതുപോലെ ഹോമിയോസ്റ്റാസിസിനെ ബാലൻസിനെ അത് പുനർനിർമ്മിക്കുന്നു ഹോമിയോ മരുന്നുകൾ. അതുപോലെ ഹോമിയോ മരുന്നുകൾ സിസ്റ്റം ബയോളജി ബേസ്ഡ് ആണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് സിസ്റ്റം ബയോളജി എന്ന് പറയുന്നത്. അതായത് ഓർഗൻ പത്തോളജി എന്ന കൺവെൻഷണൽ സിസ്റ്റത്തിന്റെ പരിമിതികൾക്ക് അപ്പുറത്ത് സിസ്റ്റം ബയോ, അതായത് ഓരോ കോശങ്ങളും ഓരോ സെല്ലുകളും പരസ്പരം സംസാരിക്കുന്നു, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹാർട്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, കിഡ്നി ലിവറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇതെല്ലാം ചേർന്നുള്ള സിസ്റ്റങ്ങളുടെ സമന്വയമാണ് മനുഷ്യന്റെ ജീവിതമെന്നും മനുഷ്യന്റെ ആരോഗ്യമെന്നും അവന്റെ യൗവനമെന്നും മനസ്സിലാക്കുമ്പോഴാണ് ഒരു ഹോളിസ്റ്റിക് അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ ആരോഗ്യത്തെ പരിചയപ്പെടുകയും ആ അർത്ഥത്തിൽ ആരോഗ്യത്തെ നമ്മൾ നമ്മുടെ ക്ലിനിക്കൽ മെഡിസിനിൽ നമ്മുടെ ഓരോ രോഗിയും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ രോഗിയെ സമീപിക്കുകയും പരിചയപ്പെടുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ അവിടെ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സിസ്റ്റം ബയോളജി ബേസ്ഡ്, ഹോളിസ്റ്റിക്, എവിഡൻസ് ബേസ്ഡ്, സയന്റിഫിക് മെഡിസിൻ ആണ്. ഇതാണ് സയൻസ്. അല്ലാതെ ഓർഗൻ പത്തോളജി, സ്പെയർ പാർട്സ് കറക്റ്റ് ചെയ്യുന്ന, സ്പെയർ പാർട്സ് റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യന്മാരായി ഒതുങ്ങേണ്ടവരല്ല ഡോക്ടർമാർ എന്ന് മനസ്സിലാക്കാനുള്ള വലിയ തിരിച്ചറിവും കൂടി നമ്മൾക്ക് ഇതിലുണ്ടാവേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ മോഡസ് ഓപ്പറാൻഡി. ഹോമിയോപ്പതിക് മെഡിസിൻ പ്രീമച്വർ ഏജിങ്ങിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മെഡിസിൻ എങ്ങനെ ഫങ്ഷണൽ ഹെൽത്തിൽ അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് ഏജിങ്ങിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളതിന്റെ മോഡസ് ഓപ്പറാൻഡി ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽസ്. ഈ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇനി ഇതിന്റെ വലിയൊരു ഭാഗം അടുത്തൊരു ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഹോമിയോപ്പതിക്, എസ്പെഷ്യലി ഇതിന്റെ ടിഷ്യൂ സോൾസ് എങ്ങനെ ടിഷ്യൂ മെറ്റബോളിസത്തെ ബാധിക്കുന്നു, എങ്ങനെ സെല്ലുലർ മെറ്റബോളിസം ബാധിക്കുന്നു എന്നുള്ള അന്വേഷണം വീണ്ടും നമുക്ക് അടുത്തൊരു ഇതിലാവാം. നമുക്ക് ഇനി നമ്മുടെ ചർച്ചയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാനുള്ള ഒരു അവസരമാണ്. വെയിറ്റിംഗ് ഫോർ യു. താങ്ക് യു. ഓക്കെ നജീബ് ഡോക്ടറെ, വളരെ വിശാലവും അറിവ് പകരുന്നതുമായിരുന്നു ഡോക്ടറെ ക്ലാസ്. ഒത്തിരി കാര്യങ്ങൾ ഏജിങ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ നമുക്ക് ചർച്ചയ്ക്ക് സമയം വളരെ കുറവാണ്, 6 മിനിറ്റേ ഉള്ളൂ. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അഥവാ സമയം തികയാത്ത അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം ആദ്യം 2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. Dr. Najib, your talk is very, very wonderful. Very nice. Really, I am appreciating. അതായത് ഇപ്പം ഇതിന്റെ ക്രൂഷ്യൽ പോയിന്റിലാണ് ഡോക്ടർ സംസാരിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യന്റെ ആരോഗ്യവും ആഹാരവും മരുന്നും, അതായത് ഹോമിയോപ്പതിക് മെഡിസിനും മനസ്സിന്റെ ചിന്താഗതിയും പിന്നെ ആഹാരവും, ഇത് മൂന്നും കൂടെ കോറിലേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വ്യക്തികൾക്ക് സമഗ്രമായ ആരോഗ്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ എല്ലാവരും ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും അവർക്ക് എന്താണ് ആക്ച്വലി വേണ്ടത് അതവർ മറക്കുകയാണ് ചെയ്യുന്നത്. അത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഡോക്ടർമാർക്കുണ്ട്. അതുപോലെ തന്നെ പ്രൈം ഇൻട്രസ്റ്റ്
ഒരു പ്രധാന ഘടകമാണ്. ഈ പ്രൈം ഇൻട്രസ്റ്റിനെ അവോയ്ഡ് ചെയ്ത് വേറെ ഒരു ഇൻട്രസ്റ്റിലേക്ക് കടക്കുമ്പോഴും ഈ മാനസികമായ ഒരു വടംവലി ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ആർട്ടിസ്റ്റ്, ബേസിക്കലി അയാൾ ഒരു ആർട്ടിസ്റ്റ് ആണ്. അയാളെ ഉന്തിത്തള്ളി ഒരു ഡോക്ടറാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സംഘർഷമുണ്ട്. ഈ സംഘർഷത്തിൽ ആ മനുഷ്യൻ നേരത്തെ തന്നെ ഏജ് ഉണ്ടാവും. അത് ഇപ്പോഴത്തെ കുട്ടികളിൽ കാണുന്ന ഒരു പ്രധാന ഘടകമാണ്. ഈ ആത്മഹത്യക്ക് പ്രധാന ഘടകം ഈ അച്ഛനമ്മമാരുടെ ആഗ്രഹ പൂർണ്ണീകരണത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ ഇതിലേക്ക് തള്ളിവിടുന്നു. ഇതൊക്കെ ഇതിനകത്ത് ഈ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തായാലും ഡോക്ടറുടെ ഈ ടോക്ക് വളരെ നന്നായിരിക്കുന്നു. നമ്മളെ കേട്ട ഡോക്ടർമാരെല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവനവന്റെ കാര്യത്തിലും ഇത് പ്രയോജനപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ ഹരി. നന്ദി. ഷെയർ ഒന്ന് മാറ്റാം. നന്ദി ഡോക്ടർ ഹരിഹരൻ സാറ്. അടുത്തത് പിന്നെ ഹ്യൂബർട്ട് ഡോക്ടറുടെ ഊഴമാണ്. സ്ക്രീൻ ഷെയർ മാറ്റാം ഡോക്ടർ. സ്ക്രീൻ ഷെയർ കിടക്കുന്നു. മൊത്തത്തിൽ ക്ലാസ് കഴിയാറായി. ഇനി അത് ഏതായിരുന്നാലും ഡോക്ടർ VF ഖണ്ടേക്കർ പണ്ട് ഈ യയാതിയെ കുറിച്ചുള്ള ഒരു ഭയങ്കര ഒരു ജ്ഞാനപീഠമൊക്കെ കിട്ടിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് വളരെയേറെ ഉപയോഗപ്പെട്ടു. 80കളിലാണ് 70കളിലാണെന്ന്. ഏതായിരുന്നാലും ഡോക്ടർ ക്ലാസ് ഏതായിരുന്നാലും അതെല്ലാം കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ചിലതും കൂടെ കണക്ട് ചെയ്താൽ നന്നായിരിക്കും. അതായത് 120 വയസ്സായത് അതിനു മുമ്പ്, ഈ പ്രളയം വരുന്നതിന് മുമ്പ് മനുഷ്യരുടെ ആയുസ്സെല്ലാം 900-ഉം 800-ഉം ഒക്കെ ആയിരുന്നു. അതിനുശേഷം ബൈബിളിൽ ഒരു 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ മനുഷ്യനും ദൈവ മക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ലെന്നും അങ്ങനെ ആണ്. അതായത് നമുക്കിവിടെ മഹാഭാരതത്തിൽ പറയുന്ന കഥ ഏകദേശം യോജിച്ചു വരുന്നുണ്ട്. അവര് ദേവലോകവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നപ്പോൾ അവരുടെ ആയുസ്സെല്ലാം 120 കുറച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനുശേഷമാണ് ആയുസ് ഈ വലിയ ഏജിൽ നിന്ന് വന്നത്. പിന്നെ അത് പറയുന്ന ഇനി ഭാവിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലാസ്റ്റിൽ 65 അതിൽ പറയുന്നുണ്ട്, ഇനിയുള്ള ഒരു കാലഘട്ടം വരുന്നുണ്ട്, അന്നേരം ആയുസ് 100 വയസ്സിൽ മരിച്ചു തീർന്നാൽ അത് ശിശുമരണമായിട്ട് പരിഗണിക്കും, മനുഷ്യന്റെ ആയുസ് വൃക്ഷങ്ങളെപ്പോലെ ആയിരിക്കും. ഏതായിരുന്നാലും ഡോക്ടർ ഈ ആയുസിന്റെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പിന്നെ 500-1000 ഒക്കെ പിന്നെയും വരുമെന്നാണ്. അപ്പൊ ഏതായിരുന്നാലും ആ യുഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഡോക്ടറെ ക്ലാസ് നടന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ചൻ നമ്പ്യാര് അതിനെ പ്രവചിച്ചിട്ടുണ്ട്. കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞിട്ട് 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും കഴിഞ്ഞോ? കഴിഞ്ഞു. ഏതായിരുന്നാലും എനിക്ക് ഇതെല്ലാം കണക്ട് ചെയ്യാനായിട്ട്, ഏതായിരുന്നാലും പുരാണങ്ങളും ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞ ഡോക്ടർ ഒരു അതിനകത്തുള്ള ഒരു ക്രിയേഷൻ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. രസകരമായിരുന്നു, വളരെ രസകരമായിരുന്നു ഡോക്ടർ ഹ്യൂബർട്ട്. അടുത്തത് സലീം കുമാർ ഡോക്ടർ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഡോക്ടറെ, അത് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഈ ആയുർവേദം ഉണ്ടായതിന്റെ ഒരു കാരണം പറയുന്നുണ്ട്. പ്രാഗ് ജ്യോതിഷം എന്ന സ്ഥലം, അതൊരു സ്ഥലത്തിന്റെ പേരാണ്, ആസാമിന്റെ ഭാഗത്ത് എവിടെയാണ്. 400 വയസ്സുണ്ടായിരുന്ന മനുഷ്യരുടെ ആയുസ് കുറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് ഇതിനെ പിടിച്ചു നിർത്താൻ എന്ത് വേണമെന്നും അറിയാൻ വേണ്ടിയിട്ട് ആരോഗ്യരംഗത്തുള്ള അന്നത്തെ പ്രമുഖര് ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ച് എഴുതിയുണ്ടാക്കിയതാണ് ആയുർവേദം എന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. മഹാഭാരത കാലത്ത് ശ്രീകൃഷ്ണൻ, യുവാവിനെ പോലെയുള്ള ശ്രീകൃഷ്ണന്റെ വയസ്സ് 85 ആയിരുന്നു പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഈ ഗീതയിൽ പറയുന്ന ഒരു കാര്യം ഇപ്പൊ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ അറ്റാച്ച്മെന്റ് ഒന്നിനോട് അറ്റാച്ച്ഡ് ആവരുത് എന്നുള്ളതാണ് ഗീതയിലെ ഒരു പ്രധാനപ്പെട്ട സാധനം. നമ്മൾ അമ്മ മക്കളോട്, മക്കൾ അമ്മയോട്, വീട്ടുകാരോട്, നാടിനോട്, അവനവന്റെ സിസ്റ്റത്തോട് ഒന്നിനോടും ഓവർ അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അറ്റാച്ച്ഡ് ആകുമ്പോഴേ പ്രശ്നങ്ങളും ദുഃഖങ്ങളൊക്കെ വരുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് മഹാഭാരതത്തിൽ ഗീതയിൽ പറയുന്നതും ഈ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞു വെച്ചതിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മളെ മക്കളോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടാണ് അവരിഷ്ടമുള്ള സാധനം പഠിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ ആയുർവേദത്തിലെ മറ്റേ കായകൽപ്പ ചികിത്സ അതുമൊക്കെ സാർ ഇനി പ്രതിപാദിക്കുമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമില്ല. താങ്ക് യു. ഓക്കെ ഹരിഹരൻ, അല്ല സലീം ഡോക്ടർ. ആളെ ചെറുപ്പമാക്കുന്നത്. സലീം ഡോക്ടറെ കഴിഞ്ഞോ?
ഓക്കെ. അപ്പോ ഇന്നത്തെ വളരെ നല്ല ക്ലാസ് എടുത്ത ഡോക്ടർ നജീബിന് നന്ദി പറയുന്നതിന് ഞാൻ ഡോക്ടർ ഹ്യൂബർട്ടിനെ ക്ഷണിക്കും. ഏതായിരുന്നാലും ഇങ്ങനെ ആണ് നമ്മൾ പഠനം നടത്തേണ്ടത്. ഏതായാലും ഡോക്ടർ പഠന രീതി നമ്മൾ പഴയ കാലങ്ങളിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും പുച്ഛിച്ച് തള്ളുന്നതിന് പകരം അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥകളെ കണക്ട് ചെയ്ത് നമ്മുടെ ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ അതിനെന്തൊരു ഭംഗിയാണ്, വളരെ ഭംഗിയാണ്. ഡോക്ടർ അത് അവതരിപ്പിക്കാനായിട്ട് എടുത്ത ആ ഒരു രീതി വളരെ ഇതെല്ലാവർക്കും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ പല കാര്യങ്ങളും പൂർവ്വകാലത്ത് നിന്നിട്ടുള്ള പല കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഇതൊന്നും വെറും കെട്ടുകഥയായിട്ട് ഞാൻ ഇതൊന്നും കെട്ടുകഥയായിട്ട് കാണുന്നില്ല, ഒരു കാര്യവും കെട്ടുകഥയായിട്ട് കാണുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെ ഡോക്ടർ അത് കാണിച്ചത് അത് ശാസ്ത്രമായിട്ട് തന്നെ കണക്ട് ചെയ്തു എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമാണ്. ഏതായിരുന്നാലും എനിക്ക് ഭയങ്കര രസം തോന്നിയെന്ന് പറഞ്ഞാൽ ആ യയാതിയുടെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആ പഴയ കാലത്തിലേക്ക് എനിക്കൊന്ന് പോകാനായിട്ട് കഴിഞ്ഞു. പുരുഷവസും യതിയും ദേവയാനിയും ശർമ്മിഷ്ഠയും ഒക്കെ കൂടെ ഒന്ന് പോകാനായിട്ട് കഴിഞ്ഞു. വളരെ നന്ദി. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവട്ടെ ഡോക്ടറിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. വളരെയേറെ നന്ദി. താങ്ക് യു. നന്ദി ഡോക്ടർ ഹ്യൂബർട്ട്. എന്തായാലും ഹ്യൂബർട്ട് ഡോക്ടർ പറഞ്ഞത് ഞാൻ പറയാൻ വന്ന കാര്യമാണ്. കാരണം യയാതിയും ശർമ്മിഷ്ഠയും ദേവയാനിയൊക്കെ 70 വർഷങ്ങളിൽ നമ്മൾ പഠിച്ച പുസ്തകങ്ങളിൽ കേട്ടിട്ട് പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇപ്പൊ എന്തായാലും ഡോക്ടർ ആ കഥ പറഞ്ഞപ്പോ അതെല്ലാം ആ സമയത്തോട്ട് നമ്മൾ തിരിച്ചു പോയ പോലെ തോന്നി. അതുമായിട്ട് അപ്പൊ യയാതിയെ പോലെ എല്ലാരും എന്താണ് പ്രായം കുറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പല കാര്യങ്ങളും കൊണ്ട് ആർക്കും പറ്റുന്നില്ല. അപ്പൊ ഇനി ഇന്നത്തെ ക്ലാസ്സോടുകൂടി എല്ലാരും ഈ ചിട്ടകളിലെല്ലാം പോയി ഹോമിയോപ്പതി ഡോക്ടർമാര് ഈ ഇന്ന് സൂമിനുണ്ടായിരുന്ന എല്ലാവരും 120 വയസ്സ് വരെ ഇരിക്കാൻ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് വരുന്ന രോഗികളെയും അതുപോലെ ലോങ് ലൈഫ് ഉണ്ടാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ശ്രമിക്കട്ടെ, കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ നജീബിന് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.